നമസ്കാരം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം പലരെയും വഴിയാധാരമാക്കി. പിണറായി വിജയൻ ഉൾപ്പെടെ പലരും വഴിയാധാരമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. മൂന്നാം വട്ടവും അധികാരത്തിൽ വന്ന് മുഖ്യമന്ത്രിയായി നാടു ഞെട്ടിച്ച് വിലസാമെന്നുള്ള പിണറായി വിജയൻ്റെ മോഹം മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ അവസാനിച്ചു. പക്ഷേ ഇക്കൂട്ടത്തിൽ നിരവധി പേർ പരാജയപ്പെട്ടെങ്കിലും ഏറ്റവും വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നത് KB ഗണേഷ് കുമാറിനാണ്. അദ്ദേഹത്തിൻ്റെ ബ്രാക്കറ്റ് പാർട്ടി, അതായത് കേരള കോൺഗ്രസ് ബി, ഒരേ ഒരു സീറ്റ് മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്, പത്തനാപുരം. ആ പത്തനാപുരം എന്തൊക്കെ ചെയ്താലും പത്തനാപുരംകാർ തന്നോടൊപ്പം നിൽക്കും, തന്നെ പത്തനാപുരംകാർക്കറിയാം, തനിക്ക് പത്തനാപുരംകാരെയും അറിയാം എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ രീതിയിൽ വീമ്പിളക്കിയ ഗണേശൻ തോറ്റു തുന്നം പാടി എന്നുള്ളത് ചരിത്രം. കഴിഞ്ഞ 5 വർഷക്കാലവും ജ്യോതികുമാർ ചാമക്കാല അവിടെ പ്രവർത്തിച്ചു. പക്ഷേ ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രവർത്തനവും ഗണേഷ് കുമാറിൻ്റെ പ്രവർത്തനവും വിലയിരുത്തിയ പത്തനാപുരത്തെ വോട്ടർമാർ ജ്യോതികുമാർ ചാമക്കാലയെ വിജയിപ്പിച്ചു വിട്ടു. എന്ന് മാത്രമല്ല, ഗണേഷ് കുമാറിൻ്റെ ഈ ധാർഷ്ട്യവും അഹങ്കാരവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ വഴിവിട്ട പല നടപടികളുമൊക്കെ ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒന്നല്ല. അതുകൊണ്ടാണ് ഗണേഷ് കുമാർ പരാജയപ്പെട്ടു പോയത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി വാഹനത്തിൽ കയറിപ്പോകുന്ന ഗണേഷ് കുമാറിൻ്റെ മുഖം നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് വരെ അമിതമായ ആത്മവിശ്വാസത്തിലായിരുന്നു ഗണേഷ് കുമാർ. എങ്ങനെയും പത്തനാപുരംകാർ തന്നെ ജയിപ്പിക്കും, തനിക്കൊരു ചുക്കും സംഭവിക്കില്ല. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ എങ്ങനെയാണ് ഇടതുപക്ഷത്തേക്ക് വന്നതെന്ന് നമുക്കറിയാം. അതുമാത്രമല്ല, ഉമ്മൻചാണ്ടി എന്ന പരിശുദ്ധനായ ദൈവതുല്യനായ മനുഷ്യൻ, ഏറ്റവും ജനകീയനായ ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം വന്ന ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അക്കാര്യം ഗണേഷ് മറന്നുപോയി എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ ഒരുപക്ഷെ സോളാർ കേസും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഒന്നും പത്തനാപുരംകാർ ഓർത്തു വെച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഗണേഷ് കുമാറിനേക്കാൾ എത്രയോ മടങ്ങ് പ്രിയപ്പെട്ടവനാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത് അത് പത്തനാപുരംകാർക്ക് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ എങ്ങനെയായിരുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. 2-3 ദിവസം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആഘാതത്തിൽ പുറത്തൊന്നും ഇറങ്ങാതിരുന്ന ഗണേഷ് കുമാർ ഇപ്പോൾ ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് അദ്ദേഹം പുറത്തു വന്ന് ഈ നിർധനരായ കുട്ടികൾക്ക് നോട്ട് ബുക്ക് വിതരണം ചെയ്തതായിട്ടുള്ള ചില ദൃശ്യങ്ങളൊക്കെ ചില ഓൺലൈൻ ചാനലുകളിൽ, അദ്ദേഹത്തിൻ്റെതായ ചില ഓൺലൈൻ ചാനലുകളിലൊക്കെ വന്നിരുന്നു. കുറച്ച് റീൽസുകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് പത്തനാപുരത്ത് താൻ തോൽക്കാനുള്ള കാരണം BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീല് കാരണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൊട്ടിക്കാനുള്ള പടക്കം വരെ വാങ്ങിച്ചു വെച്ചതെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അഭിനന്ദനങ്ങൾ BJP പ്രവർത്തകർ അർപ്പിച്ചതെന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഗണേഷ് കുമാർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഒരിക്കലും ഇത് ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരം എന്നതിലുപരി പത്തനാപുരത്തെ ജനങ്ങൾ വെറുത്തത് ഗണേഷ് കുമാർ എന്ന മനുഷ്യനെയാണ്. പത്തനാപുരത്ത് വളരെയധികം വികസനങ്ങൾ നടത്തിയെന്നാണ് ഗണേഷ് കുമാർ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ സൂരജ് പാലാക്കാരൻ ഉൾപ്പെടെയുള്ള പലരും അവിടെ വന്ന ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിലെ റോഡിൻ്റെ ശോചനീയാവസ്ഥയും മറ്റും സമൂഹ മാധ്യമത്തിലൊക്കെ പങ്കുവച്ചിരുന്നു. ഗണേഷ് കുമാറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില 1-2 യൂട്യൂബ് ചാനലുകളാണ് അദ്ദേഹം പത്തനാപുരം മണ്ഡലത്തിൽ കാലുകുത്തിയാൽ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും മറ്റും എടുത്ത് സമൂഹ മാധ്യമത്തിലൊക്കെ പ്രചരിപ്പിച്ചു വലിയ രീതിയിലുള്ള ഒരു പ്രചാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ പത്തനാപുരത്തെ ജനങ്ങൾക്കറിയാം ഗണേഷ് കുമാർ ആരാണെന്നുള്ള കാര്യം. ഗണേഷ് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് പ്രതിപക്ഷത്തുള്ളവരല്ല, BJPക്കാരല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവും സഹോദരിയും ഒക്കെ തന്നെയാണ്. അതൊക്കെ ഒരു പരിധിവരെ പത്തനാപുരത്തെ ജനങ്ങൾ അംഗീകരിക്കുമായിരുന്നു. പക്ഷേ ഗണേഷ് കുമാറിൻ്റെ ഈ ധാർഷ്ട്യം, പത്തനാപുരത്ത് അദ്ദേഹം അവിഹിതത്തിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ നടത്തിയ ഒരു നാടകം, ഇതൊക്കെ ഗണേഷ് കുമാറിന് വലിയ അവമതിപ്പുണ്ടാക്കി. എന്ന് മാത്രമല്ല, അത് എന്തെങ്കിലും പൊതുജനങ്ങൾക്കും കൂടി മനസ്സിലാക്കി. ഗണേഷ് കുമാറിൻ്റെ സ്വഭാവം നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്, അതുകൊണ്ട് ജനങ്ങളോട് ഈ കാര്യത്തെക്കുറിച്ചൊരു അവർക്ക് ബോധ്യമാകുന്ന തരത്തിൽ, വിശ്വസിച്ചില്ലെങ്കിലും അവർക്ക് അല്പമെങ്കിലും ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു വിശദീകരണം കൊടുക്കണം എന്നെങ്കിലും ഗണേഷ് കുമാറിന് കരുതാമായി. പക്ഷേ അദ്ദേഹം പറഞ്ഞത് തനിക്ക് 5000-ഓളം കാമുകിമാരുണ്ട് അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ്. അതൊരിക്കലും അത് പൊതുസമൂഹത്തെ അവഹേളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നത് പോലെയാണ്. ഗണേഷ് കുമാർ ഇപ്പോഴും ധരിക്കുന്നത് താൻ കീഴൂട്ട് രാമൻ പിള്ളയുടെ ചെറുമകനാണ്, പണ്ടത്തെ കാലമാണ്, ജന്മിത്വമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നൊക്കെയാണ് ഗണേഷ് കുമാർ ഇപ്പോഴും കരുതിയിരിക്കുന്നത്. പക്ഷേ കാലം മാറിയതൊന്നും ഗണേഷ് കുമാർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവിടെ കോൺഗ്രസും BJPയും തമ്മിൽ KB ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ ഒരു ഡീല് നടത്തി എന്ന് പറഞ്ഞാൽ അന്തം കമ്മികൾ പോലും വിശ്വസിക്കുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് വഴിയാധാരമായത് പൂർണ്ണമായും KB ഗണേഷ് കുമാറിനാണ്. അദ്ദേഹത്തിൻ്റെ ബ്രാക്കറ്റ് പാർട്ടിക്ക് ഇനി ഇടതുപക്ഷത്തിൽ നിന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതി തന്നെ വളരെ പരിതാപകരമാണ്. UDFിലേക്ക് കാലുകുത്താൻ പോലും
ഗണേഷ് കുമാറിനെ സമ്മതിക്കില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് കാരണക്കാരൻ അല്ലെങ്കിൽ അദ്ദേഹം സോളാർ പീഡനക്കേസിൽ കുരുങ്ങിയതിന് കാരണം ഗണേഷ് കുമാറാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഗണേഷ് കുമാറിനെ അവർ മുന്നണിയുടെ 7 അയലത്ത് പോലും അടുപ്പിക്കില്ല. എന്തായാലും വഴിയാധാരമായിരിക്കുന്നത് ഗണേഷ് കുമാറാണ്. അവിടെ 5 വർഷം ജ്യോതികുമാർ ചാമക്കാല നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ ജ്യോതികുമാർ ചാമക്കാല അവിടെ എന്തായാലും ജയിക്കും. പക്ഷേ ഈ തോൽവി അറിഞ്ഞതിനു ശേഷം അദ്ദേഹം ഈ ഗണേഷ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ പത്തനാപുരംകാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാല് നക്കിയ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ എച്ചിൽ തിന്ന കുറേ പേരാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചത് എന്നൊക്കെയുള്ള ഒരു പരാമർശം നടത്തി. അതാണ് യഥാർത്ഥ ഗണേഷ് കുമാർ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പുറത്തു വന്ന് ഇത്തരത്തിലുള്ള ഒരു ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ അത് തൻ്റെ തെറ്റല്ല, അത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഡീലായിരുന്നു താൻ തോൽക്കാൻ കാരണം പത്തനാപുരത്തെ ജനങ്ങളല്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു ന്യായീകരണമാണ് ഗണേഷ് കുമാർ അവിടെ നടത്തുന്നത്. എന്തായാലും ഗണേഷ് കുമാറിൻ്റെ ഭാവി, രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി അവതാളത്തിലായിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം UDFിലേക്ക് ഒരിക്കലും കേരള കോൺഗ്രസ് ബി എന്ന ബ്രാക്കറ്റ് പാർട്ടിയെ അടുപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. LDFിൽ നിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് ബി എന്ന ഈ ബ്രാക്കറ്റ് പാർട്ടി ഇതോടുകൂടി അവസാനിക്കും എന്നു തന്നെ പറയേണ്ടി വരും.